തമിഴ് സിനിമാ ലോകം ഒന്നടക്കം എന്നും ഒരുപോലെ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയകാന്ത്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അവർക്കെല്ലാം അറിയാവുന്നതാണ്. സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലെ സുരക്ഷയും വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സ്ഥാനവും നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് കുറച്ചൊന്നുമല്ല. ഡിസംബർ 22 അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗ വിവരം അറിഞ്ഞത് മുതൽ തമിഴ് സിനിമാ ഫീൽഡിലെ മുതിർന്നവർ മുതൽ ദിവസവേതനക്കാർ വരെ അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവൃത്തികളെപ്പറ്റി പറയുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമാ സെറ്റിൽ എന്നും പ്രൊഡ്യൂസർ മുതൽ ലൈറ്റ് ബോയ് വരെ ഒരേ ഭക്ഷണം കഴിച്ചും ഒരേപോലെയുള്ള സൗകര്യങ്ങളിലും ആണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുമായിരുന്നു. മധുരയിൽ ജനിച്ച വിജയകാന്ത് എനിക്കും ഇല്ലായ്മ എന്ന ചിത്രത്തിലൂടെ സിനിമാ ഫീൽഡിലെത്തി. 1980കളിലും 90കളിലും ആക്ഷൻ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന വിജയകാന്ത് ദേശസ്നേഹിയും പാവങ്ങളുടെ സഹായിയുമായി ഉള്ള നായകൻ്റെ റോളുകളിൽ അഭിനയിക്കുക വഴി പുരട്ചി കലൈഞ്ചർ എന്ന പേര് ലഭിച്ചു. 20ഓളം പടങ്ങളിൽ പോലീസ് ഓഫീസർ റോളിൽ അഭിനയിച്ച വിജയകാന്ത് 100ാമത്തെ ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകറിൽ അഭിനയിച്ച ശേഷം ക്യാപ്റ്റൻ എന്ന പേരിലും അറിയപ്പെട്ടു. സിന്ദൂരപ്പൂവ് എന്ന ചിത്രത്തിലൂടെ തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം ബെസ്റ്റ് ആക്ടർ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. 154 ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയകാന്ത് 2005 ദേശീയ മുற்பോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. 2006 അസംബ്ലി ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ DMDK എല്ലാ മണ്ഡലങ്ങളും മത്സരിച്ചുവെങ്കിലും അദ്ദേഹം മാത്രമാണ് MLA ആയത്. പാർട്ടിക്ക് വേണ്ടി പിരിവ് നടത്താതെ സ്വന്തം പോക്കറ്റിൽ നിന്നുമാണ് അദ്ദേഹം അധികം കാശും ചിലവാക്കിയിരുന്നത്. 2011 അസംബ്ലി ഇലക്ഷനിൽ AMDMK ഒപ്പം ഇലക്ഷനെ നേരിട്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 29 സീറ്റുകൾ ലഭിച്ചുവെങ്കിലും പ്രതിപക്ഷത്താണ് അദ്ദേഹം ഇരുന്നത്. 2016 ഇലക്ഷനിൽ അദ്ദേഹത്തെ AADMK കാൻഡിഡേറ്റ് പരാജയപ്പെടുത്തി. ശ്രീ ആൻഡാൾ അലഗാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ക്യാപ്റ്റൻ TV, ക്യാപ്റ്റൻ ന്യൂസ് ചാനൽ എല്ലാം അദ്ദേഹമായി ഉണ്ടാക്കിയവയാണ്. ന്യൂമോണിയ ബാധിച്ച് ചെന്നൈയിൽ ആശുപത്രിയിലായ വിജയകാന്തിന് COVID-19 പോസിറ്റീവ് ആയിരുന്നു. ഡിസംബർ 22 അദ്ദേഹം അന്തരിച്ചു. പാവങ്ങളുടെ സഹായിയായിരുന്ന വിജയകാന്ത് സിനിമ അഭിനയത്തിനും അല്ലാതെയുമായി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രേമലതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഷൺമുഖ പാണ്ഡ്യൻ സിനിമാ നടനാണ്. സിനിമാ രംഗത്തുള്ള പ്രമുഖർ കൂടാതെ പ്രധാനമന്ത്രി, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക തുറകളിലുള്ള പ്രമുഖർ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. തമിഴ്നാട് സർക്കാർ പൂർണ്ണ സ്റ്റേറ്റ് ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തുന്നത്.